വിഷ്ണു ഭഗവാന്റെ ദൂതന്മാരും യമദൂതന്മാരും ഒരു പാപിയുടെ ആത്മാവിന് വേണ്ടി നേരിട്ട് ഏറ്റുമുട്ടിയ കഥ. മരണത്തിന്റെ അന്ത്യനിമിഷത്തിൽ ഒരു ഭക്തൻ ഉച്ചരിച്ച ഒരു നാമം അദ്ദേഹത്തിന്റെ വിധി മുഴുവൻ മാറ്റി. പുരാതന കാലത്ത് കന്യാകുബ്ജം എന്ന രാജ്യത്ത് അതീവ ജ്ഞാനിയും ഭക്തനുമായ ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹമായിരുന്നു അജാമിലൻ. ശാസ്ത്രങ്ങളിലും ആചാരങ്ങളിലും അറിവുള്ളവനായിരുന്നുവെങ്കിലും വിധി അദ്ദേഹത്തെ മറ്റൊരു വഴിയിലേക്ക് നയിച്ചു. ഒരു ദിവസം അജാമിലൻ തന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ദർഭപുല്ലും പൂക്കളും ശേഖരിക്കാനായി വനത്തിൽ പോയതായിരുന്നു. തിരികെ വരുമ്പോൾ കാട്ടിൽ വെച്ച് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. മദ്യലഹരിയിൽ ലയിച്ച് തന്റെ വസ്ത്രധാരണത്തിൽ പോലും ശ്രദ്ധയില്ലാതെ ഇരിക്കുന്ന ഒരു സ്ത്രീയെയും അവളുടെ കൂടെയുള്ള ഒരു പുരുഷനെയുമാണ് അദ്ദേഹം കണ്ടത്. അതുവരെ ഇന്ദ്രിയങ്ങളെ അടക്കി ജീവിച്ചിരുന്ന അജാമിലന്റെ മനസ്സ് ആ കാഴ്ചയിൽ ചഞ്ചലമായി. ആ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം അത്രയധികം ആകൃഷ്ടനായി. അവളുടെ സ്നേഹം പിടിച്ചുപറ്റാനായി അദ്ദേഹം തന്റെ ധർമ്മനിഷ്ഠമായ ജീവിതം പാടെ മറന്നു. അജാമിലൻ തന്റെ കുലീനയായ ഭാര്യയെയും പ്രായമായ മാതാപിതാക്കളെയും ഉപേക്ഷിച്ചു. ആ സ്ത്രീയോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ആ സ്ത്രീയെയും അവളിലുണ്ടായ 10 മക്കളെയും സന്തോഷിപ്പിക്കാനായി അദ്ദേഹത്തിന് ധാരാളം ധനം ആവശ്യമായി വന്നു. തന്റെ ബ്രാഹ്മണ വൃത്തിയിലൂടെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം അതിന് തികയുമായിരുന്നില്ല. ധനത്തിനു വേണ്ടി അദ്ദേഹം മോഷ്ടിക്കാനും ചതിക്കാനും തുടങ്ങി. ചൂതാട്ടം, മദ്യപാനം തുടങ്ങിയ സകല ദുശീലങ്ങളിലും അദ്ദേഹം മുഴുകി. അങ്ങനെ അദ്ദേഹം വാർദ്ധക്യം വരെ അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഒരിക്കൽ അജാമിലന്റെ വീട്ടിൽ ചില സന്യാസിമാർ അതിഥികളായി വന്നു. അജാമിലൻ ഒരു പാപി ആയിരുന്നുവെങ്കിലും അതിഥികളെ സൽക്കരിക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹത്തിന്റെ ആദിത്യ മര്യാദയിൽ പ്രീതരായ സന്യാസിമാർ അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന അന്ത്യം മുൻകൂട്ടി കണ്ടു. അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കാനായി അവർ ഒരു ഉപായം പറഞ്ഞുകൊടുത്തു. അജാമില, നിനക്കിനി ജനിക്കാൻ പോകുന്ന നിന്റെ 10ാമത്തെ പുത്രന് നാരായണൻ എന്ന് നാമകരണം ചെയ്യുക. അങ്ങനെ അദ്ദേഹം അവസാനത്തെ പുത്രന് നാരായണൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. മകനോടുള്ള സ്നേഹം കാരണം നാരായണ ഇവിടെ വരൂ, നാരായണ ഭക്ഷണം കഴിക്കൂ എന്നിങ്ങനെ എപ്പോഴും ആ പേര് അദ്ദേഹം ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു. താൻ വിളിക്കുന്നത് സാക്ഷാൽ ഭഗവാനെയല്ല, സ്വന്തം പുത്രനെയാണെന്ന ചിന്ത മാത്രമേ അജാമിലന് ഉണ്ടായിരുന്നുള്ളൂ. കാലങ്ങൾ കടന്നുപോയി. അജാമിലന് 88 വയസ്സായപ്പോൾ മരണം വാതിക്കലെത്തി. ഭീകരരൂപികളായ 3 യമദൂതന്മാർ പാശവുമായി അദ്ദേഹത്തിന്റെ ജീവൻ കൊണ്ടുപോകാനെത്തി. മരണം മുന്നിൽ കണ്ട് ഭയന്നു വിറച്ച അജാമിലൻ ഭവനത്തിലുണ്ടായിരുന്ന തന്റെ പ്രിയ പുത്രനെ സഹായത്തിനായി ഉറക്കെ വിളിച്ചു. നാരായണ, നാരായണ, ഒന്നെന്റെ അടുത്തേക്ക് ഓടിവരൂ എന്റെ പുത്ര. അജാമിലന്റെ വിളി കേട്ടയുടൻ 4 വിഷ്ണുദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുകയും യമദൂതന്മാരെ തടയുകയും ചെയ്തു. ഇദ്ദേഹം പാപിയല്ലേ, ഇദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടേ എന്ന് ചോദിച്ച യമദൂതന്മാരോട് വിഷ്ണുദൂതന്മാർ മറുപടി പറഞ്ഞു. അറിയാതെ ആണെങ്കിലും അഗ്നിയെ തൊട്ടാൽ പൊള്ളുന്നതുപോലെ അറിവില്ലാതെ ആണെങ്കിലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചവന്റെ സർവ്വ പാപങ്ങളും നശിക്കപ്പെട്ടിരിക്കുന്നു. മകനെയാണെങ്കിലും മരിക്കാൻ നേരത്ത് നാരായണ എന്ന പുണ്യനാമം ഉച്ചരിച്ചതിനാൽ അജാമിലന്റെ പാപങ്ങൾ കഴുകിക്കളയപ്പെട്ടു. യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിലുള്ള ആ ദിവ്യ സംവാദം അജാമിലന്റെ ഹൃദയത്തിലെ അജ്ഞാനത്തിന്റെ ഇരുൾ നീക്കി. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം പശ്ചാത്താപത്തിന്റെ കണ്ണീർ വാർത്തു. ഭഗവാന്റെ നാമമഹിമയാൽ മരണം താൽക്കാലികമായി നീക്കി കിട്ടിയ അജാമിലൻ ബാക്കിയുള്ള ജീവിതം ഭഗവാനായി സമർപ്പിച്ചു. തുടർന്ന് അദ്ദേഹം തനിക്കുണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്തേക്ക് യാത്രയായി. ഓരോ ശ്വാസത്തിലും നാരായണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് അജാമിലൻ ഭഗവാനിൽ ലയിച്ചു. ആ ഭക്തിയിൽ അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം ഭസ്മമായി. ഒടുവിൽ വിഷ്ണുദൂതന്മാർ അദ്ദേഹത്തെ തേടിയെത്തി. തുടർന്ന് അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് അവർ സ്വീകരിച്ചു. നാമജപത്തിന്റെ മഹിമയാൽ ഒരു മഹാപാപി മോക്ഷം പ്രാപിച്ച അത്ഭുതകരമായ നിമിഷമായിരുന്നു അത്. രാധേ രാധേ.